ഭൗതിക ശരീരത്തിനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ Arms. Order arms. Stand loading position. One round load. Present. Police fire. Down. Reload. Prison. Police fire. Down. Reload. Prison. Police fire. Down. Unload. മുഹമ്മദ് ആഷിഖൂരങ്ങൾ നൽകും. ആഷിഖ്, ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഇനി അധികം നേരമില്ല സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ. യാത്രയപ്പിന്റെ അവസാന ഘട്ടം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി കേരള പോലീസ് നൽകിയത്. ഇനി മൃതദേഹം സംസ്കരിക്കാനുള്ള അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി സഖാക്കളും പൊതുജനങ്ങളും നിരവധി പേര് ആണ് MLAക്ക് യാത്രയപ്പ് നൽകുവാനായി ഇവിടെ ചേർന്നിട്ടുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ കെ രാജൻ, പി പ്രസാദ്, ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ അടക്കമുള്ള പ്രമുഖരുടെ വലിയ നിര യാത്രയപ്പ് നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനോടൊപ്പമാണ് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ ആയിരങ്ങളുടെ വലിയ നിര കൂടിയുള്ളത്. നിരവധി പേരാണ് വൈകാരികമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. രാവിലെ 11 മണിയോടുകൂടി വീട്ടിലെ പൊതുദർശനം നടത്തിയതിനു ശേഷമാണ് ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിയത്. അവിടെയും നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കുവാനായി എത്തിയിരുന്നു. 3 മണിയോടുകൂടി വിലാപയാത്രയായി പീരുമേട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു. പീരുമേട് പഴയ പമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഇടത്തേക്ക് വാഴൂർ സോമനെ അന്ത്യയാത്ര നൽകുവാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ അല്പനേരത്തിനകം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ആദ്യം വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് വാഴൂർ സോമന്റെ തന്നെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഇവിടെ AITUCയുടെ മുതിർന്ന നേതാവായ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി മാറുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വാഴൂർ സോമന്റെ ആഗ്രഹപ്രകാരം തന്നെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വാഴൂർ സോമന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.